Binomial and Poisson distributions. In the previous chapter, we have considered random variables with various probability distributions. Fundamental properties of probability distribution of a random variable have been discussed. ഇപ്പോൾ നമ്മൾ കുറേ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ എക്സാമ്പിൾസ് എല്ലാം കണ്ടല്ലോ. റാൻഡം വേരിയബിൾ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും കണ്ടു. പിന്നെ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടായിരുന്നു. അതായത് നോൺ നെഗറ്റീവ് ആകണം, സം എല്ലാത്തിൻ്റെയും കൂടെ സം 1 ആയിരിക്കണം, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. സം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആർ ഹാവിങ് മച്ച് മോർ ഇമ്പോർട്ടൻസ്. അപ്പോൾ ചില പർട്ടിക്കുലർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസും ഉണ്ടാവും. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സച്ച് സ്പെഷ്യൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Having great importance in detail. At first, we discuss a discrete probability distribution called binomial distribution and then Poisson distribution. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ആദ്യത്തെ ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഡിസ്ക്രീറ്റും കണ്ടിന്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഡിസ്ക്രീറ്റിന് എക്സാമ്പിളാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് ദെൻ പിന്നുള്ളത് പോസോൺ ഡിസ്ട്രിബ്യൂഷനാണ്. ബിഫോർ മൂവിങ് ടു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ലെറ്റ് us ഫെമിലിയർ വിത്ത് ബെർണോളി ട്രയൽസ്. അപ്പോൾ പോസോൺ ഡിസ്ട്രിബ്യൂഷന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ടൈം ഫെമിലിയർ ആവണം. അതാണ് ബെർണോളി ട്രയൽ. ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് എ ബെർണോളി ട്രയൽ ഇഫ് ദി ഫോളോയിങ് 3 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഒരു എക്സ്പെരിമെൻറ്റ് അതിനെ ബെർണോളി എന്ന് പറയണം, ബെർണോളി ട്രയൽ നമ്മൾ വിളിക്കണമെങ്കിൽ ഇനി പറയുന്ന 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തത്, ദ എക്സ്പെരിമെൻറ്റ് ഹാസ് 2 പോസിബിൾ ഔട്ട്കംസ്, സക്സസ് ആൻഡ് ഫെയില്യൂർ. അപ്പോൾ നമ്മുടെ ആ എക്സ്പെരിമെൻറ്റിന് 2 ഔട്ട്കംസ് ഉണ്ടാവണം. 2 പോസിബിൾ ഔട്ട്കംസേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്ന് സക്സസ്സും ഒന്ന് ഫെയില്യൂർ. ദ ട്രയൽസ് ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പം 2 ട്രയൽസും ഇൻഡിപെൻഡൻ്റ്. അപ്പോൾ ഒന്ന് സക്സസ് വന്നെന്നും പറഞ്ഞുകൊണ്ട് മറ്റത് സക്സസ് വരാമെന്നോ അല്ലെങ്കിൽ ഫെയില്യൂർ ആകാമെന്നോ നമുക്ക് പറയാൻ സാധിക്കരുത്. ഓക്കെ, 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരണം. ദ പ്രോബബിലിറ്റി ഓഫ് എ സക്സസ് പി റിമെയിൻസ് ദ സെയിം ഫ്രം ട്രയൽ ടു ട്രയൽ. പ്രോബബിലിറ്റി ഓഫ് ഈ സക്സസ്, അതായത് സക്സസിൻ്റെയും ഫെയില്യൂറിൻ്റെയും പ്രോബബിലിറ്റി സെയിം ആയിരിക്കണമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓരോ ട്രയലിലും ഇതിൻ്റെ സക്സസിൻ്റെ അല്ലെങ്കിൽ ഫെയില്യൂറിൻ്റെ, സക്സസിൻ്റെ ഫിക്സ്ഡ് ആണെങ്കിൽ ഫെയില്യൂറിൻ്റെ ഫിക്സ്ഡ് ആയിരിക്കുമല്ലോ, കാരണം ആകെ 2 എണ്ണമല്ലേ ഉള്ളൂ. അതാണ് ഈ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അതിന് ബെർണോളി ട്രയൽ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കോയിൻ ടോസ് ചെയ്യുന്ന എൻ്റെ ഒരു എക്സാമ്പിളാണ്. കാരണം അവിടെ 2 ഹെഡും ടെയിലും സക്സസും ഫെയില്യൂറിനും ആയിട്ട് നമ്മൾ എടുത്താൽ മതി. ഹെഡിനെയും ടെയിലിനെയും ട്രയൽസ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. എല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റി 1 ആണ്. സക്സസിൻ്റെയും ഫെയില്യൂറിൻ്റെയും എല്ലാം പ്രോബബിലിറ്റി ഫിക്സ്ഡ് ആണ്, അത് മാറത്തില്ല. ഓരോ ട്രയലിലും ഫിക്സ്ഡ് ആണ്. കൺസിഡർ എ റാൻഡം എക്സ്പെരിമെൻറ്റ് വിത്ത് 2 പോസിബിൾ ഔട്ട്കംസ്, സക്സസ് ആൻഡ് ഫെയില്യൂർ. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ഉണ്ട്, അതിന് 2 പോസിബിൾ ഔട്ട്കംസ് ആണുള്ളത്, സക്സസും ഫെയില്യൂറും. ലെറ്റ് പി ബി ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് ഇറ്റ് അസ്യൂംഡ് സെയിം ഫ്രം ട്രയൽ ടു ട്രയൽ. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസിൻ്റെ പ്രോബബിലിറ്റിയാണ്. ആൻഡ് ഇറ്റ് അസ്യൂംഡ് സെയിം ഫ്രം ട്രയൽ ടു ട്രയൽ. അപ്പം ഓരോ ട്രയലിലും നമ്മുടെ ബെർണോളി ട്രയൽ പറഞ്ഞ പോലെ സക്സസിൻ്റെ പ്രോബബിലിറ്റി ഫിക്സ്ഡ് ആണ്. ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയില്യൂർ. നമുക്കറിയാം 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടേണ്ടതെന്ന് അറിയാം. അപ്പം ഫെയില്യൂറിൻ്റെ എന്തായിരിക്കും? ക്യൂ ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ആണ്. ലെറ്റ് എക്സ് ഡിനോട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് സക്സസസ് ഇൻ n ഇൻഡിപെൻഡൻറ്റ് റിപ്പറ്റേഷൻസ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സക്സസ്. n ഇൻഡിപെൻഡൻറ്റ് റിപ്പറ്റേഷൻസ് നമ്മൾ നടത്തി. ഈ എക്സ്പെരിമെൻറ്റ് n പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്തിലെ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സക്സസ് ഇൻ n ഇൻഡിപെൻഡൻറ്റ് റെപ്പറ്റേഷൻസ് ഓഫ് ദി എക്സ്പെരിമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയൊക്കെ ഇതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാകാം? എക്സിൻ്റെ വാല്യൂസ് ചിലപ്പോൾ ഒന്നും ഉണ്ടാകാതിരിക്കുക. അപ്പോൾ എക്സ് 0 ആവും, 1 ആകാം, 1 ആകാം, അങ്ങനെ n വരെ ആകാം അല്ലേ. ദെൻ പി പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സ്മോൾ എക്സ് സക്സസസ് ആൻഡ് n-x ഫെയില്യൂഴ്സ് ഇൻ n റെപ്പറ്റീഷൻ ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. എക്സ് സക്സസും പിന്നെ n-x ഫെയില്യൂഴ്സും ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി. അങ്ങനെയല്ലേ? ക്യാപിറ്റൽ എക്സിന് ആ റാൻഡം വേരിയബിളിന് എക്സ് അത് ഈക്വൽ ടു എക്സ് ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സക്സസ് ഉണ്ടായി? എക്സ് എണ്ണം സക്സസ് ആയെന്നല്ലേ എൻ്റെ അർത്ഥം. അതെ, അപ്പോൾ എക്സ് സക്സസും അപ്പോൾ എക്സ് സക്സസ് ഉണ്ടായെങ്കിൽ ബാക്കിയുള്ള n-x ഫെയിലിയർ ആയിരിക്കും.
അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റിയാണ് ശരിക്കും നമുക്ക് വേണ്ടത്. ദെയർ ആർ NCX മ്യൂച്വലി എക്സ്ക്ലൂസീവ് വേസ് ഈച്ച് വിത്ത് പ്രോബബിലിറ്റി. അപ്പം ശരിക്കും പറഞ്ഞാൽ എക്സ് എണ്ണത്തിൻ്റെ പ്രോബബിലിറ്റി പി, ഒരെണ്ണത്തിൻ്റെ ഒരു സക്സസിൻ്റെ പ്രോബബിലിറ്റി പി ആണ്. അപ്പോൾ എക്സ് എണ്ണത്തിൻ്റെത് P⁻x ആണ്. പിന്നെ ഇത് സംഭവിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള N-x എണ്ണവും ഫെയിലിയർ ആകുന്നുമുണ്ട്. അപ്പോൾ ഇത് ഒരേ സമയത്ത് സംഭവിക്കുന്നതിൻ്റെ പ്രോബബിലിറ്റികളാകുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ P⁻x × Q⁻n-x ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു വേ ഓഫ് ചൂസിങ്, അല്ലെങ്കിൽ ചൂസിങ് എന്നല്ല പറയേണ്ടത്, ഇപ്പോൾ എന്താ പറയുക, ഏതെങ്കിലും ഒരു തരത്തിൽ അത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്മോളർ എക്സ് എണ്ണം എന്തായി, സക്സസ് ആയി. ബാക്കിയുള്ള N-x എണ്ണം ഫെയിലിയറായി. ഇപ്പോൾ നമുക്കൊരു രീതി കിട്ടി. ഇനി തിരിച്ച് ആദ്യത്തെ N-x എണ്ണം നമുക്ക് എന്താണ് ഫെയിലിയർ, ബാക്കിയുള്ള എക്സും, അപ്പം വേറൊരെണ്ണം കിട്ടി. മനസ്സിലായി? ഇങ്ങനെ എത്ര പ്രാവശ്യം നമുക്ക് സംഭവിക്കാം, എത്ര രീതിയിൽ സംഭവിക്കാം, അതാണ് NCX. അപ്പോൾ ഈ NCXനകത്തിലെ ഓരോന്നിൻ്റെയും എന്താണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് P⁻x × Q⁻n-x ആണ്. സോറി പേജ് താഴോട്ട് പോയതാണ്. ഓക്കെ, ഹെൻസ് പ്രോബബിലിറ്റി x = x എന്ന് പറയുന്നത് N-x × P⁻x × Q⁻n-x, x = 0 മുതൽ n വരെ ആകാം. ആസ് എ ഡെഫിനിഷൻ, എ റാൻഡം വേരിയബിൾ x is set to follow the binomial distribution with the parameters n and p if the probability mass function f(x) is equal to f(x) കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന f(x) is equal to p(x) = x is equal to NCX P⁻x × Q⁻n-x, x is equal to 0, 1, 2 up to n, 0 less than p less than 1, and p plus q is equal to 1 equal to 0 elsewhere. Okay. Random variable x is set to follow the binomial distribution with the parameters n ഉം b ഉം ആണ് if the probability mass function f(x) അപ്പോൾ ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ. ഇതാണ് റാൻഡം വേരിയബിൾ x is set to follow the binomial distribution with the parameters n and b if the probability mass function f(x) കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. അത് ഈക്വൽ ടു p(x) = x ആണ്, ഈക്വൽ ടു NCX P⁻x × Q⁻n-x, x is equal to 0, 1, 2 etc. up to n, 0 less than p less than 1, and p plus q equal to എന്തായിരിക്കണം, 1 ആയിരിക്കണം elsewhere. It is denoted by x. അപ്പം x follows b and p എന്നാണ് നമ്മൾ എഴുതുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം വേരിയബിൾ x ഫോളോസ് ദി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ്. ഈ എന്നും ബിനെയും അവിടുത്തെ പാരാമീറ്റേഴ്സായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എത്ര ട്രയൽസ് ഉണ്ടെന്നുള്ളത് എന്നും, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസിൻ്റെ പ്രോബബിലിറ്റി. കൺസിഡർ എ ബോയ് ഹൂ ഡിസൈഡഡ് ടു ടോസ് ആൻ അൺബയാസ്ഡ് കോയിൻ 10 times. ഹി ഹാസ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 2 of them റിസൾട്ടഡ് ഇൻ ഹെഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞല്ലോ, ഈ കോയിൻ ടോസ് ചെയ്ത് നമ്മുടെ ബെർണോളി ട്രയലിൻ്റെ എക്സാമ്പിളാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. ലെറ്റ് ക്യാപിറ്റൽ എക്സ് ഡിനോട്ട്സ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്സ് ഔട്ട് ഓഫ് 10 ടോസസ് ഓഫ് ദി അൺബയാസ്ഡ് കോയിൻ. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്സ് ആണ് ഔട്ട് ഓഫ് ദീസ് 10 ടോസസ് ഓഫ് ദി അൺബയാസ്ഡ് കോയിൻ. ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഈസ്, അപ്പോൾ ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ, 1/2 ആണ്. ഫോർ ഓൾ ദി ടോസസ് ആൻഡ് ദി ടോസസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഇപ്പോൾ ബെർണോളി ട്രയലിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. ഹിയർ ഇൻ എ സിംഗിൾ ടോസ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ് വി ആർ ഇൻട്രസ്റ്റഡ് ഓൺ ദി ഔട്ട്കം വെദർ ഇറ്റ് ഈസ് ഹെഡ് ഓർ tail. Here in a single toss of the experiment we are interested on the outcome whether it is head or tail. Here all the 10 tosses are independent and the probability of head or tail remains the same, 0.5 for all the tosses, and x denote the total number of heads out of 10 trials. Now x satisfies all the experimental conditions for the binomial distributions. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ, എല്ലാ ട്രയൽസും ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ ഓരോ ഇതിനകത്തിലും അതായത് ഹെഡ് കിട്ടാനുള്ളത് പ്രോബബിലിറ്റി 0.5. സക്സസ് എന്നും ഫെയിലിയർ എന്നും ഉദ്ദേശിച്ചിരിക്കുന്നത് അത് രണ്ടും സിമ്പിൾസ് പോലെ ഉള്ളൂ. അതായത് സക്സസ് ഫെയിലിയർ എന്ന് പറയുന്ന ആ വാക്കുകളുടെ അർത്ഥം എന്നല്ല,
ഹെഡും ടെയിലും ഇപ്പോൾ 2 എണ്ണം വരുന്നു. അതേ സക്സസിനും ഫെയിലിയറിനും പകരം അതേപോലെ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെന്താണ്, അപ്പോൾ ഈ പറഞ്ഞ എല്ലാം ട്രയൽസ് ഇൻഡിപെൻഡൻ്റ് ആണ്, എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നൗ എക്സ് സാറ്റിസ്ഫൈസ് ഓൾ ദി എക്സ്പീരിയൻറ്റ് കണ്ടീഷൻസ് ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഹെൻസ് എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ്. എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ്? 10ഉം എത്ര ട്രയലുണ്ട്? 10. 10ഉം 0.5. സക്സസിൻ്റെ പ്രോബബിലിറ്റിയാണ് 0.5. 10ഉം 0.5. ദസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് ഈക്വൽ ടു, ആദ്യം നമ്മൾ ജനറലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതണം. 10cx 0.5 റേസ് ടു എക്സ് 1 മൈനസ് 0.5 ദ ഹോൾ റേസ് ടു 10 മൈനസ് എക്സ്. എക്സ് 0 മുതൽ 10 വരെ ആകാം. പി ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദി 10 സ്റ്റുഡൻസ് റിസൾട്ടഡ് ഇൻ ഹെഡ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദി 10 സ്റ്റുഡൻസ് റിസൾട്ടഡ് ഇൻ ഹെഡ്. അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദി 10 സ്റ്റുഡൻസ് റിസൾട്ടഡ് ഇൻ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദി 10 ടോസസ് എന്നാണ്. റിസൾട്ടഡ് ഇൻ ഹെഡ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എന്തായിരിക്കണം? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലേ വരേണ്ടത്? ആണ്. ബട്ട് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത്, അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ൻ്റെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എക്സ് ഈക്വൽ 2 ആകുന്നത്, 3 ആകുന്നത്, 4 ആകുന്നത്, അങ്ങനെ പോയി 10 വരെ ആകുന്നതിൻ്റെ പ്രത്യേകം കണ്ടുപിടിച്ച് ആഡ് ചെയ്യണം. അതിലും എളുപ്പം 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 2 കണ്ടുപിടിക്കുന്നതാണ്. 2 സെയിം ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈക്വൽ ടു 1 മൈനസ് ഓഫ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ 1. സോ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2 ഈക്വൽ ടു 1 മൈനസ് ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ 0ൻ്റെതാണ് 10c 0 0.5 റേസ് ടു 0 ഇൻറ്റു 1 മൈനസ് 0.5 റേസ് ടു 10 മൈനസ് 0 പ്ലസ് 10c 1 0.5 റേസ് ടു 1 ഇൻറ്റു 1 മൈനസ് 0.5 റേസ് ടു 10 മൈനസ് 1 ഇംപ്ലൈസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2 ഈക്വൽ ടു 1 മൈനസ് ഓഫ്, നമുക്ക് 10c 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. 0.5 റേസ് ടു 0 1 ആണ്. അപ്പം ബാക്കിയുള്ള 1 മൈനസ് 0.5 റേസ് ടു 10 പ്ലസ് അടുത്തത് 10c 1 10 ഇൻറ്റു 0.5 ഇൻറ്റു 0.5 റേസ് ടു 1 ഉണ്ട്. 1 മൈനസ് 0.5 റേസ് ടു 10 മൈനസ് 1 രണ്ടും കൂടെ ചേരുമ്പോൾ 0.5 റേസ് ടു 10 ഈക്വൽ ടു 1 മൈനസ് 11 ഇൻറ്റു 0.5 റേസ് ടു 10 എന്നാണ് ആൻസർ കിട്ടുക. അടുത്ത എക്സാമ്പിൾ 1. 8 unbiased coins are tossed simultaneously. Find the probability of getting at least 7 heads. 8 unbiased coins എന്ത് ചെയ്തു? ടോസ്ഡ് simultaneously. Find the probability of getting at least 7 heads. Okay. 8 unbiased coins are tossed simultaneously. 8 unbiased coins ഒരേ സമയം ടോസ് ചെയ്തു. Find the probability of getting at least 7 heads. Since the coins are unbiased ആയതുകൊണ്ട് പ്രോബിലിറ്റി ഓഫ് ഹെഡ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ടെയിൽ ഈക്വൽ ടു 0.5 ആണ്. ലെറ്റ് എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് ഹെഡ്സ് വെൻ 10 unbiased coins are tossed simultaneously, which is identical to the total number of heads when a coin is tossed. ഇപ്പോൾ 10 കോയിൻ ഒരു അറ്റ് എ ടൈം ടോസ് ചെയ്യുന്നു പറയുന്നതും ഒരു കോയിൻ 10 പ്രാവശ്യം ടോസ് ചെയ്യുന്നു പറയുന്നതും ഫലത്തിൽ ഒന്ന് തന്നെയാണ് അല്ലേ? കാരണം എല്ലാത്തിൻ്റെയും റിസൾട്ട് സെയിം ആണല്ലോ, നമ്മൾ കൗണ്ട് ചെയ്യുന്ന രീതിയും സെയിം ആണ്, എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് അങ്ങനെ കൺസിഡർ ചെയ്യാം. പിന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലും നമ്മളോട് എന്താണോ അവിടെ ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ, അപ്പം ഇവിടെ നമ്പർ ഓഫ് ഹെഡ്സ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് വേണം നമ്മൾ ആ റാൻഡം വേരിയബിളായിട്ട് ചൂസ് ചെയ്യാൻ. എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് ഹെഡ്സ് വെൻ 10 unbiased coins are tossed simultaneously, which is identical to the total number of heads when a coin is tossed 10 times. Then x follows. അപ്പം ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.5 ആണ്. സക്സസ് ഫെയിലിയർ എന്ന് പറയുന്ന പോലെ ഹെഡും ടെയിലും ഉണ്ട്. അങ്ങനെയുള്ള എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. പ്രോബബിലിറ്റി റിമെയിൻസ് സെയിം ആണ്. അപ്പോൾ എക്സ് ഫോളോസ് ബി എൻ പി എന്ന് പറയുന്ന 8. ഓക്കെ, 0.5 ആണ് പ്രോബബിലിറ്റി. സോ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 8cx 0.5 റേസ് ടു എക്സ് ഇൻറ്റു 0.5 റേസ് ടു 8 മൈനസ് എക്സ് ഈക്വൽ ടു 8cx 0.5 റേസ് ടു 8 എന്ന് കിട്ടും. എക്സ് 0 മുതൽ 8 വരെ. പി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 7 ഹെഡ്
അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് 700 ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് 7 എന്ന് പറയുമ്പം 7 അല്ലെങ്കിൽ 8 വരുമ്പോഴല്ലേ ഈക്വൽ ടു പി എഫ് എക്സ് ഈക്വൽ ടു 7 or 8 ഈക്വൽ ടു പി എഫ് എക്സ് ഈക്വൽ ടു 7 പ്ലസ് പി എഫ് എക്സ് ഈക്വൽ ടു 8 ഈക്വൽ ടു 8C7.5 പ്ലസ് 8C8.5. അതെങ്ങനെയാത്തത് 0.5 വന്നത്? നമ്മൾ എക്സിക്യൂട്ട് 7 കൊടുക്കുമ്പോൾ 8C7.5 ഇൻറ്റു 0.5 - 7 എന്ന് കിട്ടും. അപ്പോൾ 0.5 ആവും. പ്ലസ് 8C8.5 പ്ലസ് 0.5 ഇൻറ്റു 8C7 പ്ലസ് 8C8 ഈക്വൽ ടു കോമ്പിനേഷൻസിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 9/256 എന്ന് കിട്ടും. Example 2. The ratio probabilities of 3 successes and 2 successes in 5 independent Bernoulli trials is 1/3. Find the probability of success. Ratio of probabilities of 3 success and 2 success in 5 independent Bernoulli trials എന്ന് പറയുന്നത് 1/3 ആണ്. Find the probability of success ആണ് ചോദിച്ചിരിക്കുന്നത്. Let P be the probability of success. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Let X denotes the number of success in 5 independent Bernoulli trials. Okay. Then X follows B 5P. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഹെൻസ് പി എഫ് എക്സ് ഈക്വൽ ടു 2 ഈക്വൽ ടു എന്ത് കിട്ടും? നമ്മൾ നേരത്തെ കണ്ട ഫോർമുലാസ് പോലെ 5C2 P² × 1 - P the whole cube. പി എഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 5C3 P³ × 1 - P the whole square ഡിവൈഡഡ് ബൈ 5C2 P² × 1 - P the whole cube. അപ്പോൾ അതിൽ പി എഫ് എക്സ് ഈക്വൽ ടു 3 എഴുതിയിരിക്കുന്നതിന് അതിൽ ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ, ഡിനോമിനേറ്റർ ഇല്ല കേട്ടോ. ഇനി ഗിവൺ പി എഫ് എക്സ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ പി എഫ് എക്സ് ഈക്വൽ ടു 2 ഈക്വൽ ടു 1/3 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിച്ച പി എഫ് എക്സ് ഈക്വൽ ടു 2ഉം പി എഫ് എക്സ് ഈക്വൽ ടു 3യും കൂടെ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിവൈഡ് ചെയ്തതാണ് ഏറ്റവും മേളിൽ രണ്ടാമത് എഴുതിയേക്കുന്നത്.